നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FA കപ്പിൻ്റെ തേർഡ് റൗണ്ടിൽ ഇന്നലെ ചെൽസി ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് പ്രിസ്റ്റണെ പരാജയപ്പെടുത്തിയത്. ആ കളിയിൽ ബ്രോഹ, തിയാഗോ സിൽവ, റഹീം സ്റ്റെർലിംഗ്, ഫെർണാണ്ടസ് എന്നിവരാണ് അവർക്ക് വേണ്ടി ഗോൾ അടിച്ചത്. കളിയുടെ 66-ാമത്തെ മിനിറ്റിൽ കിടിലൻ ഹെഡറിലൂടെയാണ് തിയാഗോ സിൽവയുടെ ഗോൾ വന്നിരിക്കുന്നത്. മികച്ച രൂപത്തിൽ ഉയർന്നു പൊങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ആ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒരു എക്സ് അക്കൗണ്ടിൽ കണ്ട പോസ്റ്റ് ഇതാണ്: 39-year-old Thiago Silva's leap for his Chelsea goal today. If this was Cristiano Ronaldo, it would be everywhere in the media with the caption Airline CR7. ഇതാണ് ആ ഒരു പോസ്റ്റ്. തീർച്ചയായിട്ടും ഇന്നലത്തെ തിയാഗോ സിൽവയുടെ ആ ഒരു ലീപ്പ്, ആ ഒരു ഉയർന്ന ചാട്ടം, അത് തീർച്ചയായിട്ടും വലിയ രൂപത്തിൽ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നെങ്കിൽ CR7 എയർലൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീഡിയയിൽ മൊത്തം ബഹളമായിരുന്നേനെ എന്നാണ് അവരുടെ പോസ്റ്റ്. നമ്മൾ ഈ തരത്തിൽ കമ്പാരിസൺ നടത്തുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട്: ക്രിസ്ത്യാനോ റൊണാൾഡോയേക്കാൾ 5 മാസം പ്രായം കൂടുതലുള്ളയാളാണ് തിയാഗോ സിൽവ. തിയാഗോ സിൽവയും ക്രിസ്ത്യാനോ റൊണാൾഡോയും പ്രായം കൂടുന്തോറും വീര്യമേറുന്നവരാണ് എന്നത് അവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. തിയാഗോ സിൽവയുടെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും യൂറോപ്പിൽ തന്നെ തുടരുന്നു. യൂറോപ്പിലെ വമ്പൻ ലീഗിൽ തന്നെ അദ്ദേഹം കളിക്കുന്നു. തിയാഗോ സിൽവയുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വല്ലാത്ത ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണല്ലോ. നമ്മൾ നേരത്തെയൊക്കെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല. റഷ്യയിൽ നിന്ന് മരണത്തോട് മല്ലിട്ടുകൊണ്ട് തിരികെ വന്ന ഒരാൾ, പിന്നെ വീണ്ടും ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനൻസിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. ഫ്ലുമിനൻസാണ് അദ്ദേഹത്തിന് ഒരു 2ാം ജീവിതം കൊടുത്തതെന്ന് അദ്ദേഹം പല തവണ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും യൂറോപ്പിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ഈ തവണ AC മിലാനിലേക്കാണ് പോയത്. 2009 മുതൽ 2012 വരെ AC മിലാനിൽ, പിന്നീട് നീണ്ട കാലം പാരീസ് സെന്റ് ജർമ്മൻ പ്രായം കൂടിയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാതിരുന്നത്. വളരെ ലേറ്റായിട്ട് കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ഓഫർ വന്നപ്പോൾ അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചു. കാരണം അതിനു മുമ്പേ ഫ്രാങ്ക് ലംപാർഡ് അദ്ദേഹത്തെ ചെൽസിയിലേക്ക് കൊണ്ടുപോകാമെന്ന് ഉറപ്പിച്ചിരുന്നു. ആ കൊടുത്ത വാക്ക് അദ്ദേഹം മാറ്റിയില്ല. 2020 അദ്ദേഹം ചെൽസിയിലേക്ക് എത്തുമ്പോൾ പ്രായം കൂടിയ ഇയാൾ എന്ത് ചെയ്യാനാണ് പ്രീമിയർ ലീഗിൽ? മുട്ടി നിൽക്കാൻ കഴിയില്ല എന്നാണ് പലരും വിലയിരുത്തിയത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. തിയാഗോ സിൽവ പ്രായം തനിക്കൊരു പ്രശ്നമല്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച, വീണ്ടും വീണ്ടും കോൺട്രാക്റ്റ് പുതുക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ തന്നെ തുടരുന്ന കാഴ്ചയെ നമ്മളിപ്പോൾ കാണുന്നു. ഈ വർഷവും 2024 തിയാഗോ സിൽവ അവിടെ കളിക്കുകയാണ്. ചെറുപ്പക്കാരെ തോൽപ്പിക്കുന്ന ആത്മവിശ്വാസത്തോടു കൂടി തൻ്റെ എക്സ്പീരിയൻസ് മുഴുവനും കളിക്കളത്തിൽ എടുത്തുകൊണ്ട് നെഞ്ചു വിരിച്ച് നിൽക്കുന്ന തിയാഗോ സിൽവ തീർച്ചയായിട്ടും പ്രായം തളർത്താത്ത പോരാളി തന്നെയാണ്. അതുപോലെ തന്നെയാണ് CR7ൻ്റെ കാര്യവും. അദ്ദേഹം യൂറോപ്പ് വിട്ടു, ശരിയാണ്. യൂറോപ്പിലെല്ലാം നേടിയിട്ടാണ് അദ്ദേഹം ഏഷ്യയിലേക്ക് പോയത്. ഏഷ്യയിൽ അദ്ദേഹം ഗോളടിച്ചു കൂട്ടുന്ന കാഴ്ച ഇപ്പോൾ 2023 ടോപ്പ് സ്കോററായിട്ട് CR7 മാറുകയും ചെയ്തു. അപ്പോൾ ഈ 2 താരങ്ങളും പ്രായം തളർത്താത്ത പോരാളികളാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ പലപ്പോഴും CR7 ലഭിക്കുന്ന ഒരു മീഡിയ അറ്റൻഷൻ തിയാഗോ സിൽവയ്ക്ക് ലഭിക്കാറില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ഡിഫൻഡറാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം പലപ്പോഴും ഗോളടിക്കുന്നവനാണല്ലോ എല്ലാ ക്രെഡിറ്റും കൊണ്ടുപോകാറുള്ളത്. അതുകൊണ്ടായിരിക്കണം. എങ്കിൽ പോലും വിസ്മയം തന്നെയാണ് തിയാഗോ സിൽവ. ഈ പ്രായത്തിലും യൂറോപ്പിലെ ടോപ്പ് ലീഗിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് കൊണ്ടുവരാം.